നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാരിന്റെ കയ്യിൽ പണമില്ല. തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധിയിൽ. ഒരു വികസന പ്രവർത്തനവും നടക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാതികളാണ് പ്രതിസന്ധിയുടെ ന്യായീകരണത്തിനായി ധനകാര്യമന്ത്രി കണ്ടെത്തുന്നത്. ഏതായാലും പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ ഈ സാമ്പത്തിക വർഷത്തിൽ നടത്തേണ്ട ഒരു വികസന പ്രവർത്തനവും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തീകരിക്കേണ്ട പദ്ധതികളുടെ 31% മാത്രമാണ് ഡിസംബർ വരെ നടന്നിട്ടുള്ളത്. ഇനി വരുന്ന 2 മാസങ്ങൾ കൊണ്ട് സർക്കാർ പണം കൊടുത്താൽ പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. 3 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട 5330 കോടി രൂപ അനുവദിക്കുമെന്നാണ് ഒടുവിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഈ തുക അനുവദിച്ചാൽ ശേഷിക്കുന്ന 2 മാസം കൊണ്ട് പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അനുവദിച്ച് നൽകേണ്ട പ്ലാൻ ഫണ്ട് ഈ മാസത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ആവർത്തിച്ചിട്ടുള്ള ട്രഷറി നിയന്ത്രണം മൂലം പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാർക്ക് വർക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ നിർത്തിവെക്കേണ്ട സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തൊട്ടാകെയായി 15430 ബില്ലുകളിലായി 434 കോടി രൂപ പാസ്സാകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. പദ്ധതി നടപ്പിലാക്കലിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറെയെങ്കിലും മുന്നിലുള്ളത് തൃശൂർ ജില്ലയിലാണ്. അവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 35% പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്ന ഇടുക്കിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 23% പദ്ധതികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ കാർഷിക മേഖലയിലടക്കം എല്ലാ രംഗത്തും സാമ്പത്തിക തകർച്ച നിലനിൽക്കുകയാണ്. തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം വെട്ടിക്കുറയ്ക്കലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലെത്തിക്കുന്ന സാമ്പത്തിക നിഷേധം എല്ലാ തരത്തിലും കേരളത്തെ പിറകോട്ടടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. നന്ദി, നമസ്കാരം.